കോഴിക്കോട് എം അലി റോഡിലെ 10 വ്യാപാരികൾക്ക് വഖഫ് ബോർഡിന്റെ നോട്ടീസ്. 40ഓളം വർഷമായി വാടക കെട്ടിടത്തിൽ വ്യാപാരം നടത്തുന്നവർക്കാണ് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വസ്തു വഖഫ് ചെയ്തതാണെന്നും ഉടൻ ഒഴിയണമെന്നുമാണ് വഖഫ് ബോർഡിന്റെ ആവശ്യം. കോഴിക്കോട് പാളയം എം അലി റോഡിൽ 7 സെന്റ് ഭൂമിയിൽ പ്രവർത്തിക്കുന്ന 10 വ്യാപാരികൾക്കാണ് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 36 മുതൽ 40 വരെ വർഷങ്ങളായി വാടക നൽകി പോരുന്ന കെട്ടിടത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള വഖഫ് ബോർഡിന്റെ നടപടിയിൽ പ്രതിഷേധത്തിലാണ് വ്യാപാരികൾ. വേങ്ങര മൂസ ഹാജി എന്ന വ്യക്തിയുമായായിരുന്നു വ്യാപാരികൾ കരാറിൽ ഏർപ്പെട്ടത്. പിന്നീട് പാണക്കാട് പൂക്കോയത്തങ്ങൾ യത്തീംഖാനയ്ക്ക് മൂസ ഹാജി വസ്തു കൈമാറുകയായിരുന്നു. അവർക്കും വ്യാപാരികൾ കൃത്യമായി വാടക നൽകി പോന്നിരുന്നു. അതിനിടെയാണ് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചത്. 40-40 വർഷമായിട്ട് ഇവിടെ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളത് മൂസാജി എന്ന് പറഞ്ഞ ആടുന്ന് വാങ്ങിച്ചതാണ് സ്ഥാപനം. പിന്നെ അത് അവരതിൻ്റെ ഇടയിൽ എപ്പോഴോ എത്തിങ്ങാനൊക്കെ അത് മറച്ചു വെക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് വാടക അടയ്ക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിതരാവുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ ഇത്രയും വർഷം ഇവിടെ ഇരുന്ന് ഇനി പുറമെ പോയിട്ട് ഇന്നത്തെ കാലത്ത് ഇനിയിപ്പോൾ പോയിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കുട്ടികളും പ്രാരാബ്ദങ്ങളും കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ ഇനി പോയിട്ട് എന്താ ചെയ്യുക? 40 വർഷത്തോളമായി ഇവിടെ തന്നെ ഇരിക്കുന്ന വ്യക്തികളാണ്. ചേറൂർ എത്തിങ്ങാന വാടകയ്ക്ക് വരികയും അവർക്ക് വാടക കൊടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുകയും ചെയ്ത്. അന്നേരം ഞങ്ങൾ അറിയുന്നില്ല ഇത് ആരുതാണ് ബിൽഡിങ് എന്താണ് ഇതെന്നൊന്നും അറിയുന്നില്ല. അതിന് ശേഷം തുടർച്ചയായി വാടക കൊടുത്ത് 2023 ആകുമ്പോഴത്തേക്ക് എത്തിങ്ങാൻ്റെ ആൾക്കാർ വന്ന് പറഞ്ഞ് ഞങ്ങളോട് റൂം ഒഴിഞ്ഞു കൊടുക്കണം, അവർക്ക് പുതിയ ബിൽഡിങ് എടുക്കണം, ബിൽഡിങ് എടുത്തു കഴിഞ്ഞിട്ട് റൂം തരുമെന്നാണ് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ അഗ്രിമെൻ്റ് പ്രകാരം ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ റൂം ഒഴിഞ്ഞു തരാം, നിങ്ങൾ ബിൽഡിംഗ് ഉണ്ടായിക്കോളൂ, എന്നിട്ട് ഞങ്ങൾക്ക് റൂം തന്നാൽ മതി. അതിനവർ സമ്മതിക്കുന്നില്ല. പിന്നീട് ഞങ്ങൾക്ക് കിട്ടുന്ന വകുപ്പ് നോട്ടീസാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നിട്ട് ഇവർ പറഞ്ഞ് നിങ്ങൾ പീഡിയ ഞങ്ങൾ പൊളിച്ച് വേറൊരു ബിൽഡിംഗ് കെട്ടാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു പണി ചെയ്യാം, നമുക്ക് ഞങ്ങളിവിടെ നിർത്തിക്കൊണ്ട് ഒരു ഇതിലേക്ക് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ സമ്മതിച്ചായിരുന്നു. പിന്നെ ഒരു സുഭാവത്തിൽ പേര് വന്ന് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഒഴിയണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അയക്കേണ്ടത്. 40 വർഷമായി ഞങ്ങൾ ഫാദർ തുടങ്ങിയ ഷോപ്പാണ്. പിന്നെ ഇപ്പോൾ അച്ഛൻ മരിച്ച ശേഷം ഞാൻ തന്നെ നടത്തുന്നത്. ഇപ്പോൾ 40 വർഷത്തിന് മേലെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവരെ പോലെ തന്നെ നമ്മൾ ഒഴിയാൻ വേണ്ടി പറഞ്ഞിരിക്കുക, നോട്ടീസ് വന്നിരിക്കുകയാണ്, അതിന് കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കബീർ, ജഗദീശൻ, നാസർ, അജിത് കുമാർ, റോഷൻ, വാസുദേവൻ, മനോജ്, കുട്ടി ഹസൻ, വിജയൻ, ഫതക്കത്തുള്ള എന്നിവർക്കാണ് വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ജനം, കോഴിക്കോട്.